സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം എന്താ? അതൊന്നും പോരാ, അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂല, എനിക്ക് സാധനം പെട്ടെന്ന് കിട്ടണമെന്നാണ്. അതിനേക്കാണൊക്കെ സ്പീഡിൽ സാധനം ഇവിടെ വരണം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലൊന്നുണ്ട്, റബ്ബിന്റെ വഹി അനുസരിച്ച് അവിടെ നടക്കാൻ പോണ കാര്യം അതവിടെ നടപ്പിലാവണം. അതുകൊണ്ട് അത് അവരെ എല്ലാവരെയും തെര്യപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്ന നിലക്കുള്ള ചോദ്യമാണ്. അങ്ങനെ അത് പെട്ടെന്ന് വേണം എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണം. അങ്ങനെ പറയുമ്പോൾ ആ അവസരത്തിൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. ഖാല പറഞ്ഞു, ആര് പറഞ്ഞു? അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് ശരിയായ അറിവുള്ള ഒരാൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? അല്ലദീ, ഒരാള്, ഇൻദഹു, അയാളുടെ പക്കലുണ്ട്, ഇൽമുൻ, നല്ല അറിവുണ്ട്, മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്നുമുള്ള നല്ല പരിജ്ഞാനം നേടിയ ഒരാള് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന ആതീക ബിഹി, ഞാനത് നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാം. അന, ഞാൻ, ആതീക, നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാം, ബിഹി, ആ സിംഹാസനം. എപ്പോ? എത്ര സമയം കൊണ്ട്? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. ഖബ്ല അൻ യർതദ്ദ, മടങ്ങി വരുന്നതിന്റെ മുമ്പ്. ഇർതദ്ദ എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു എന്നാണ്. ഇലൈക, താങ്കളിലേക്ക്, നിന്നിലേക്ക്, തൊർഫുക, നിന്റെ കണ്ണ്. കണ്ണിങ്ങോട്ട് ചിമ്മി അങ്ങോട്ട് തുറന്ന് പിന്നെ കൺപോള ഇങ്ങോട്ട് താഴ്ത്തി അതങ്ങോട്ട് മേലേക്ക് വരിക. അതാണല്ലോ കണ്ണിന്റെ ഇമ വെട്ടുക എന്ന് പറയുന്നത്. കണ്ണ് ഇമ വെട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ കൊണ്ടുവരാം. കണ്ണ് ഇമ വെട്ടുന്ന സമയം കൊണ്ട് ഞാനതിവിടെ എത്തിക്കാം. സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ പറ്റുണ്ടോ? ഏയ്, ആവുമ്പോഴേക്ക് സാധനം ഇവിടെ എത്തിയെന്ന്. എന്നിട്ടോ സംഭവിച്ചു. ഫലമ്മാ റആഹു, അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സിംഹാസനം കണ്ടപ്പോൾ, ഫലമ്മാ റആഹു, അങ്ങനെ അദ്ദേഹം ആ സിംഹാസനം കണ്ടപ്പോൾ, മുസ്തഖിറൻ ഇൻദഹു, തൻ്റെ അടുക്കൽ അതിങ്ങനെ വന്ന് കൃത്യമായി നിൽക്കുന്നതായി കണ്ടപ്പോൾ, അങ്ങനെ അടങ്ങി ഒതുങ്ങി തൻ്റെ മുമ്പിൽ ആ സിംഹാസനം ഇങ്ങനെ കാണാനാര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? ഖാല, തനേ സുലൈമാൻ നബി പറയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അതായത് മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലിയബ്ലുവനി, ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി. ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്താണ് പരീക്ഷ? അഅശ്കുറു, അഅശ്കുറു, ഞാൻ നന്ദി കാണിക്കുന്നവനാണോ? അഅശ്കുറു, ഞാൻ നന്ദി കാണിക്കുന്നവനാണോ? അം, അതല്ല, അക്ഫുറു, ഞാൻ നന്ദികേട് കാണിക്കുന്നവനാണോ? ഇത് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഒരു ഫضലാണ്. വമൻ ശകറ, ആര് നന്ദി കാണിക്കുന്നുവോ, ഫഇന്നമാ യശ്കുറു ലിനഫ്സി, തീർച്ചയായും അവൻ തന്നോട് തന്നെ, തനിക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ ആർക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്? തൻ്റെ നഫ്സിന് വേണ്ടി തന്നെയാണ് ആ നന്ദി. ഇനി വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിലോ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിലോ, ഫഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, ഗനിയ്യുൻ കരീം, അവൻ ഏറെ ധന്യനാണ്. ഗനിയാണവൻ, സമ്പന്നനാണ്, ഐശ്വര്യമുള്ളവനാണ്, ധന്യനാണ്. കരീമുൻ, ഉദാരനുമാണ്, ഉദാരനുമാണ്.